പഫ് സ്ലീവ് കൊണ്ടൊരു പരീക്ഷണം ചെയ്തിട്ട് കുറേ നാളായി. അപ്പം ഞാൻ ഓർത്തു ഇന്ന് അതിനോടൊപ്പം ഒരു പീറ്റർ പാൻ കോളറും സ്കാലപ്പ് വർക്കും വെച്ചിട്ടൊരു കുട്ടി ബേബി ഫ്രോക്ക് ചെയ്യാമെന്ന്. 1 to 2 year old കിഡ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ബേസ് ലൈൻസ് രണ്ടും വരയ്ക്കുന്നുണ്ട്, വെർട്ടിക്കൽ ബേസ് ലൈനും ഹോറിസോണ്ടൽ ബേസ് ലൈനും. ഇത് 1 to 2 year കിഡ്സിൻ്റെ സൈഡ് ഷാർട്ടിലാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് 4.25 ഇഞ്ചാണ്. കഴുത്ത് അകലം വന്നിട്ട് 2.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. കഴുത്തിറക്കം 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. കഴുത്തിൽ നമ്മൾ പീറ്റർ പാൻ കോളർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒത്തിരി കഴുത്ത് വൈഡ് ആക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചെറുതായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി നമ്മൾ ഷോൾഡർ പോയിന്റിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് ഒരു 1/2 ഇഞ്ച് ഞാൻ മാറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറയാറുണ്ടല്ലോ, നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ ഷോൾഡറിൻ്റെ അവിടെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്, അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഷോൾഡർ പോയിന്റ് കൊടുത്തത് തന്നെയാണ് നമ്മൾ കൈക്കുഴിയുടെ ആയിട്ടും കൊടുക്കുന്നത്. ആം ഹോൾ ഡെപ്തും അതേ വാല്യൂ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ചെസ്റ്റ് സൈസാണ്, നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് റൗണ്ടിൻ്റെ 1/4 എടുത്ത് അതിനോടൊപ്പം ഒരു 1/4 ഇഞ്ച് ഈസും കൂടി കൊടുത്താണ് ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഫ്രോക്കിൻ്റെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് ആണ്, അത് ഞാനൊരു 7 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ സൈസും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതും നമ്മൾ ചെസ്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മുടെ ആം ഹോളിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. ഇതെല്ലാം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കോമൺ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് ആണ്. നമുക്ക് ഇത്രയൊന്നും ശരിക്കും പറഞ്ഞാൽ വേണ്ട, നമുക്ക് ആകെ വേണ്ടത് ആ ചെസ്റ്റ് ലൈൻ വരച്ചിരിക്കുന്ന അത്രയും ഒരു പോർഷൻ മാത്രം മതി. പിന്നെ ഞാൻ ആ ഒരു ബോഡി കംപ്ലീറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ കഴുത്തും ഷേപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബാക്ക് പാറ്റേൺ വരയ്ക്കുന്നില്ല, ഈ ഒരു പേപ്പറിൽ തന്നെയാണ് നമ്മൾ ഫ്രണ്ടും ബാക്കും ട്രേസ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ബാക്ക് നെക്കും ഇതേപോലെ ഒരു 1.25 ഇഞ്ച് ഇറക്കി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 നെക്കും ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ചെസ്റ്റ് ലൈൻ വരച്ചല്ലോ, ആ ലൈനിൻ്റെ താഴത്തോട്ട് ഒരു 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. അതായത് നമ്മൾ വെർട്ടിക്കൽ ബേസ് ലൈൻ വരച്ച ആ ഭാഗത്താണ് താഴത്തോട്ട് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കൈക്കുഴിയുടെ അങ്ങോട്ടേക്കും ചെസ്റ്റ് ലൈനിനും മുകളിലോട്ട് ഒരു 1/4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ആ യോക്കിൻ്റെ ആ ഒരു ചെസ്റ്റ് ലൈൻ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോയേക്കുന്നത് അല്ലേ, അത് ഇച്ചിരി ഒന്ന് കുഴിഞ്ഞ് ഒന്ന് കേർവ് ചെയ്ത് വരട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ മുകളിലും താഴെയും 1/4 ഇഞ്ച് വെച്ച് കൊടുത്തേക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കൈക്കുഴിയുടെ മുകളിലോട്ട് വരുന്ന 1/4 ഇഞ്ച് കൊടുക്കാണ്ട് ആ ചെസ്റ്റ് ലൈന് താഴത്തോട്ട് തന്നെ ഒരു 1/2 ഇഞ്ച് ഇറക്കിയും കുഴിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാനിവിടെ കൈക്കുഴിയുടെ മുകളിലോട്ട് ഒരു 1/4 ഇഞ്ച് കൊടുത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു പോയിന്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മുടെ ആം ഹോളുമായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു യോക്ക് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ 5 ഇഞ്ചാണ്. അത്രയേ നമുക്ക് വേണ്ടുള്ളൂ, താഴത്തോട്ടുള്ള ഭാഗം നമുക്കിനി വേണ്ട. അപ്പം നമ്മുടെ യോക്ക് പോർഷൻ വരെ വരുന്ന ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതായിരിക്കും നമ്മളിനി ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഈ ഒരു ഫ്രോക്ക് ചെയ്യാനായിട്ട് 1.5 മീറ്ററിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കോട്ടൺ ലൈനിങ് വന്നിട്ട് 1 മീറ്റർ മതിയാവും. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ ബാക്ക് പാറ്റേൺ ആണ് ട്രേസ് ചെയ്യുന്നത്. അപ്പം ബാക്ക് നമ്മൾ ട്രേസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനൊരു 1/4 ഇഞ്ച് നീക്കി വെച്ചിട്ടാണ് ട്രേസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഫ്രോക്കിന് എപ്പോഴും സിബാണ് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും സിബ് കൊടുത്ത് മടുത്തുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ബാക്ക് ഫുൾ ഓപ്പൺ ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. അതായത് പ്രസ് ബട്ടൺ കൊടുക്കാമെന്ന് ഓർത്തു. അതാകുമ്പോൾ തലവഴി കയറ്റണ്ട, ഇടാനും ഊരാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബാക്ക് ഫുൾ നമുക്ക് ഹുക്ക് ആൻഡ് ഐ സ്ട്രാപ്പ് പിടിപ്പിക്കുന്ന പോലെ വെച്ചിട്ട് നമുക്കവിടെ പ്രസ് ബട്ടൺ കൊടുക്കാമെന്നാണ് ഓർത്തേട്ടം. നമ്മൾ അതേപോലെ തന്നെ ഫ്രണ്ട് ബോഡീസും ട്രേസ് ചെയ്തിട്ടുണ്ട്. രണ്ടിനും നമ്മൾ തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കിലെ പോർഷൻ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ചെയ്യാനുള്ളത് നമ്മുടെ ഫ്രോക്കിൻ്റെ ബോട്ടം പോർഷനാണ്. അതിനായിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കിന് ഞാൻ കൊടുക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 12.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കോട്ടൺ ലൈനിങ്ങിന് ഞാനൊരു 10 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത് വന്നിട്ട് 16 ഇഞ്ചാണ്. അതിൽ നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് 5 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 11 അതിനോടൊപ്പം ഒരു തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് ഞാൻ 12.5 ഇഞ്ച് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ 1/2 ഇഞ്ച് വീതിയിലാണ് നമ്മുടെ മെയിൻ ഫാബ്രിക്കിനും ലൈനിങ്ങിനും പ്ലീറ്റ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എടുക്കുന്നത് നമ്മുടെ യോക്ക് ലെങ്ത്തിൻ്റെ 3 ഇരട്ടി എടുത്ത് അതിനോടൊപ്പം നമ്മളൊരു തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പം ഞാൻ പ്ലീറ്റ് ഇട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 22 ഇഞ്ചാണ് കോട്ടൺ ലൈനിങ്ങിനും നമ്മുടെ മെയിൻ ഫാബ്രിക്കിനും കിട്ടിയേക്കുന്നത് കേട്ടോ.
1/2 ഇഞ്ച് വീതിയിലാണ് ഞാൻ പ്ലേറ്റ് എടുത്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രീലി ആയിട്ട് കിടക്കും. പ്ലേറ്റ് കൂടുതൽ എടുക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലത് പ്ലേറ്റ് കുറച്ചെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനൊരു 1/2 ഇഞ്ച് വെച്ചിട്ട് പ്ലേറ്റ് എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്കിനകത്ത് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്നൊന്ന് പീറ്റർ പാൻ കോളർ, പിന്നെ ഒന്ന് പഫ് സ്ലീവ്, പിന്നെ ഫ്രോക്കിന് താഴെ നമ്മളൊരു സ്കാലപ്പ് വർക്കും വരുന്നുണ്ട്. അപ്പോൾ പഫ് സ്ലീവ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു പഫ് സ്ലീവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ ഇടാം കേട്ടോ. തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് നമ്മൾ സ്ലീവ് പിടിപ്പിക്കുന്നത്. അതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കഴിയുമ്പോൾ കുത്തിക്കൊള്ളത്തില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ലൈനിങ് തുണി മാറ്റി വെച്ചിട്ട് നമ്മുടെ മെയിൻ തുണിക്കകത്തോട്ടാണ് സ്ലീവ് ആദ്യം ഒന്ന് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മുടെ ലൈനിങ് തുണി നമ്മുടെ മെയിൻ സ്ലീവിന് പുറത്തൂടെ കവർ ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ മാറ്റി വെച്ചേക്കുവാണ്. നമ്മൾ സ്ലീവ് ഒന്ന് ഉള്ളിലോട്ടാക്കി ഇതേപോലെ ഒന്ന് ചുരുക്കി വെച്ചിട്ട് നമ്മുടെ ലൈനിങ് തുണി അതിന് പുറത്തൂടെ കവർ ചെയ്ത് നമ്മൾ ആ സ്ലീവിൻ്റെ പോർഷൻ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഉൾഭാഗത്തൊന്നും തയ്യൽ തുമ്പ് കാണില്ല. അതേപോലെ കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാലും അത് കുത്തിക്കൊള്ളത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോഡലിൽ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് കോളറിൻ്റെ പാറ്റേൺ വരയ്ക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഫ്രോക്ക് നമ്മളിങ്ങനെ സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്ത് കഴുത്തിൻ്റെ ഭാഗം ഒന്ന് നമ്മൾ കറക്റ്റായിട്ടൊന്ന് വെച്ച് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ കോളർ കിട്ടും.
അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫ്രോക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പിൻ ചെയ്ത് വെക്കുക. നമ്മളൊരു പാറ്റേൺ പേപ്പർ എടുക്കുക, അതിന് പുറത്തോട്ട് നമ്മളിത് വെക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക് ഓപ്പണിംഗ് വരുന്ന ആ ഭാഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അതും നമ്മുടെ പാറ്റേൺ പേപ്പറിൻ്റെ ഓപ്പണിങ്ങും രണ്ടും ഒരേപോലെ വെച്ചിട്ട് നമ്മളൊന്ന് ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. കഴുത്തിൻ്റെ പോർഷൻ മാത്രം ഒന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഫോൾഡിങ് വരുന്ന ആ ഭാഗത്തോട്ട് താഴത്തോട്ടും ഞാൻ ഇതേപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്ക് എങ്ങനെയാണോ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കോളറും കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ. ഇനി നമ്മൾ ചെയ്യുന്നത് പൊതുവേ കോളറിൻ്റെ ഒരു വീതി എന്ന് പറയുന്നത് ഒരു 2.5-3 അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു 1/2 ഇഞ്ച് നമ്മുടെ സ്റ്റാർട്ടിങ് ലൈനിൽ നിന്നൊന്ന് മാറ്റി വിടുന്നുണ്ട്. ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രോക്കിൻ്റെ ബാക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓപ്പണിങ് വരുവാണല്ലോ, അപ്പോൾ അഡീഷണൽ സ്ട്രാപ്പൊക്കെ പിടിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തത്. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ കോളർ മാർക്ക് ചെയ്തുകൊണ്ട് വരുന്നത്. അതിൽ നമ്മൾ കോളറിൻ്റെ ഫ്രണ്ടിലെ ഭാഗത്തുമ്പോൾ നമ്മളൊരു 2.5 ഇഞ്ചാക്കി കൂട്ടി കൊടുക്കും. നമ്മളെപ്പോഴും കോളർ ശ്രദ്ധിച്ചിട്ടില്ലേ, കോളറിൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ എന്ന് പറയുന്നത് ഇച്ചിരി വീതി കൂടുതലായിരിക്കും, പിന്നെ അതിൻ്റെ വീതി ഇച്ചിരി ഒന്ന് കുറഞ്ഞു പോകും. എന്നിട്ട് നമ്മളതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബാക്കും ഫ്രണ്ട് സൈഡും കോളറിൻ്റെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് ഷേപ്പ് ചെയ്താൽ മതിയാകും. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മളത് ഫാബ്രിക്കിലോട്ട് വെച്ച് ട്രേസ് ചെയ്തെടുക്കുകയാണ്. അപ്പം കോളർ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പൈപ്പിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 4 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ 4 ഫാബ്രിക് പീസിൽ നമ്മൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് കട്ട് ചെയ്യുന്നത്. തയ്യൽ തുമ്പ് ഞാൻ നെക്കിൻ്റെ ഭാഗത്തൊരു 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യാനായിട്ട് നമ്മൾ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ കഴുത്തിന് ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിരുന്നു കൊടുത്തിരുന്നത്. അത് ഇതേപോലെ ഈ ഒരു മോഡലിൽ നെക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തത്. സാധാരണ നമ്മൾ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊന്ന് കഴുത്ത് തയ്ച്ചെടുക്കുന്നത് 4 ഇഞ്ചിലായിരിക്കും. പിന്നീട് ഒരു 4 ഇഞ്ചും കൂടി കാണുമല്ലോ, ആ 4 ഇഞ്ചിലായിരിക്കും നമ്മൾ ഈ ഒരു കോളറും പിടിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഈ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ പൈപ്പിംഗ് കോഡ്. ഇത് നമ്മളൊരു ക്രോസ് പീസിനുള്ളിൽ കൂടി ഇതാ ഇങ്ങനെ വെച്ചൊന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ക്രോസ് പീസിൻ്റെ വീതി എത്രയുണ്ടെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് രണ്ടും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോളറിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒന്ന് വെക്കുക. അതായത് നമ്മുടെ പൈപ്പിംഗ് ആ ഉരുണ്ട് വരുന്ന ഭാഗം നമ്മൾ ഇതേപോലെ തിരിച്ചു വെച്ചിട്ട് ആ ഒരു കോളറിൻ്റെ ഏറ്റവും നീളം കൂടിയ ഭാഗത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിന് പുറത്ത് പിന്നെ അടുത്ത ഫാബ്രിക് വെച്ച് തയ്ക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. നമ്മൾ ഒരുമിച്ച് വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ഫാബ്രിക് വെച്ച് തയ്ച്ചതിന് ശേഷം അതിന് പുറത്ത് ഇതേപോലെ നമ്മുടെ മെയിൻ ഫാബ്രിക് വെച്ച് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഫ്രോക്കിൽ പീറ്റർ പാൻ കോളറിങ് എല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനൊന്നുകൂടെ ഫിനിഷിങ് കിട്ടാനായിട്ട് ഞാൻ ക്രോസ് പീസ് വെച്ചും കൂടി ഒന്ന് ചുറ്റി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫ്രോക്കിൻ്റെ ലെങ്ത് കിട്ടുന്ന 14 ഇഞ്ചാണ്. നമ്മുടെ ശരിക്കുള്ള ഫ്രോക്കിൻ്റെ ലെങ്ത് 16 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു 2 ഇഞ്ച് വീതിയിൽ നമുക്ക് സ്കാലപ്പ് വർക്കിങ്ങും കൂടി ചെയ്യാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് 16 ഇഞ്ച് ആവുമല്ലോ.
അതിനായിട്ട് ഞാൻ 2 ക്രേപ്പിൻ്റെ ഫാബ്രിക്കാണ് ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തേക്കുന്നത്. അപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമുള്ള നമ്മുടെ വീതി എന്ന് പറയുന്നത് ഒരു 3 ഇഞ്ചുണ്ട്. അത് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് കേട്ടോ. അതിൽ ഞാൻ ഇതേപോലെ ഒരു കട്ടിയുള്ള പേപ്പറിൽ 2 ഇഞ്ച് വീതിയിൽ ജസ്റ്റ് ഒരു സ്കാലപ്പ് ഡിസൈൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അത് നമ്മൾ എന്നിട്ട് നമ്മുടെ ക്രേപ്പ് ഫാബ്രിക്കിൽ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് താഴെ എത്രയുണ്ടോ അത്രയും ലെങ്ത്ത് തന്നെ നമ്മൾ ക്രേപ്പ് ഫാബ്രിക് എടുക്കുക. അതിനകത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈൻസിൽ കൂടി നമ്മളൊന്ന് പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ സ്കാലപ്പിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ സ്കാലപ്പിൻ്റെ ഓരോ ജോയിൻസ് വരുന്ന പോർഷൻ കണ്ടോ, അവിടെ ഇതേപോലെ കുഞ്ഞി കുഞ്ഞി നോച്ചസ് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് കേർവ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നോച്ചസ് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കഴിഞ്ഞ് അയൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ നീറ്റ്നെസ്സിൽ കിട്ടണമെങ്കിൽ അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഓരോ ഷേപ്പിന് പുറത്തുകൂടി ഒരു എഡ്ജ് സ്റ്റിച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും. ഇപ്പം നമുക്ക് സ്കാലപ്പിൻ്റെ വീതി 2.5 ഇഞ്ചാണ്. ഇനി ഒരു 1/2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ലൈനിങ്ങുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓൾറെഡി സ്കാലപ്പിന് താഴെ ഞാനൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നൂലൊന്നും പൊങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ലൈനിങ്ങിലാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ഫ്രോക്കിൻ്റെ ലെങ്ത് നമുക്ക് 16 ഇഞ്ച് തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ലൈനിങ്ങിന് താഴെ കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇപ്പം ഞാൻ കുറേ പാറ്റേൺസിലെല്ലാം അങ്ങനെ കണ്ടിട്ടുണ്ട്. ഫ്രോക്കിന് താഴെ ഇതേപോലെ ഒന്നെങ്കിൽ എന്തെങ്കിലും ഫാബ്രിക്സ് കൊണ്ട് എന്തെങ്കിലും ഡിസൈൻ കാണും, അല്ലെങ്കിൽ ലേസ് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഫ്രോക്കിന് കുറച്ചും കൂടെ ക്യൂട്ട്നെസ് വരും. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത് 16 ഇഞ്ച് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രോക്കിൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ബാക്കിൽ പ്രസ് ബട്ടൺ പിടിപ്പിക്കുകയാണ്. അതിന് ഞാൻ എപ്പോഴും നമ്മുടെ നോർമൽ ഹുക്ക് ആൻഡ് ഐ സ്ട്രാപ്പ് പിടിപ്പിക്കത്തില്ലേ, അതേപോലെ തന്നെ ചെയ്താൽ മതിയാവും. ഇങ്ങനെയാണ് നമ്മൾ പ്രസ് ബട്ടൺ പിടിപ്പിക്കുന്നത് കേട്ടോ. നമ്മൾ 1 ഇഞ്ച് വീതിയിൽ ഞാൻ ഫാബ്രിക് സ്ട്രാപ്പ് എടുത്ത് തയ്ച്ചിട്ടുള്ളൂ. സെയിം ഹുക്ക് ആൻഡ് ഐ സ്ട്രാപ്പ് എങ്ങനെയാണോ പിടിപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. പ്രസ് ബട്ടൺ ഞാൻ കൈകൊണ്ടാണ് പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാപ്പി ക്രിസ്മസ്.